ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഹണി മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് ഇതാ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ്, മിഠായികൾ, സോപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇതാ തേനിൽ തന്നെ ഒരുപാട് തേനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഓരോ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ചേച്ചി നമുക്ക് തേനിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ തിരിച്ചും ചോദിച്ചാൽ മതി. നമുക്കൊരു പ്രസ്സിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടൊക്കെ ഹണി കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണിയൊക്കെ റോ ഹണിയാണ്. ഈ റോ ഹണി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും, ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഹണി ബീസിൻ്റെ ബോഡി പാർട്സ്, ലാർവകൾ, കുഞ്ഞുങ്ങൾ, മുട്ടകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റോട് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, വേഗം അത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാം. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഹണീൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും. അതാണ് നമ്മൾ കഴിക്കുക. നമ്മൾ കഴിച്ചു കഴിഞ്ഞാലോ വയറ് വേദന എടുക്കുന്നതിനും വയറ് കംപ്ലൈൻറ്റ് ആവുന്നതിനൊക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റോട് കൂടിയാണ് നമ്മൾ ആരും കഴിക്കാൻ പാടില്ല. വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. കാരണം ഹണി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. ഡയറക്റ്റ് ഒരു 60-70 ഡിഗ്രിയിലാണ് ചൂടായാൽ ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഡബിൾ ബോയിലിംഗ് എന്താണെന്ന് പറയാം. ഇത് ഡബിൾ ലെയർ ഉള്ളൊരു ടാങ്ക. ഉള്ളിലൊരു ലെയർ ഉള്ളത്, പുറത്തെ ലെയറാണ്. ഈ പുറത്തെ ലെയറിൽ ഫുള്ളും വെള്ളമാണ് ഉണ്ടാവുക, ചുറ്റിലും വെള്ളമാണ്. വെള്ളത്തിനെ നമ്മൾ ചൂടാക്കും. വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇതിൻ്റെ അകത്തെ ലെയർ ചൂടായി അതിൻ്റെ അകത്തെ തേനൊരു 40-42 ഡിഗ്രിയിലൊക്കെ ചൂടാവുള്ളൂ. അങ്ങനെ തേന് ഹീറ്റ് ആകുമ്പോൾ തേനിലുള്ള വേസ്റ്റും വാക്സും എല്ലാം ഒരു വൈറ്റ് പത ഫോമിലിങ്ങനെ മേലേക്ക് പൊന്തി വരും. ഹണിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഹണി താഴേക്ക് നിൽക്കുകയാണ് ചെയ്യാം. ഇനി നമ്മൾ ഒരു മൈക്രോ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ച് സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ചേമ്പറിൽ പ്യുവർ ഹണിയാണ്, പക്ഷേ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ഈ വാട്ടർ കണ്ടന്റ് 20% കൂടിക്കഴിഞ്ഞാൽ ഹണി വേഗം പുളിച്ചു പോകും, നാശമായി പോകും. ഈ പുളിച്ചു പോകുന്ന ഹണിയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ കഫം, പിത്തം, വാദം എന്നൊക്കെ പറയുന്ന ത്രിദോഷങ്ങളിൽ ഇംബാലൻസ് എത്തിയിട്ട് പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക. സെക്കൻഡ് ചേമ്പറിൽ വെച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യും. 20% കൂടുതലാണെങ്കിൽ ഈ ഡോസിംഗ് പമ്പിൻ്റെ സഹായത്തോടെ ഡോസായിട്ട് ഹൈ പ്രഷറിൽ ഇൻജെക്ട് ചെയ്യും. ഇൻജെക്ട് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യാണ് ചെയ്യാം. അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും. ഈ ബബിൾസുകളെല്ലാം ഈ വാക്യൂം സക്ക് ചെയ്തെടുത്ത് 4th ടവർ കൂളിംഗ് ടവറിൽ വെച്ച് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുക ചെയ്യാം. അങ്ങനെയാണ് ഹണീൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഹണിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണ്. സ്മെല്ല് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതിന് 300 കിലോ കപ്പാസിറ്റി ഉണ്ട്. 300 കിലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 10-12 ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഹണീൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ 20% താഴെയാക്കി വേസ്റ്റും വാക്സും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കും. ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ്. ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക, കൈയിട്ടൊന്നും കടിക്കാതിരിക്കുക, എടുത്താൽ ഉടനെ ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ നോക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഡെയിലി നമ്മൾ ഹണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ചെറിയൊരു മ്യൂസിയം കാണാം. വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് തേനീച്ചകളിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളൊക്കെ തേനീച്ചക്കൂട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തേനീച്ചക്കൂടുകളുണ്ട്. മരത്തിൻ്റെ മുകളിൽ, ബിൽഡിങ്ങിൻ്റെ പുറത്ത്, പാറയെടുക്കൽ, അങ്ങനെ ഒരുപാട് തേനീച്ചക്കൂടുകളെ. തേനീച്ചക്കൂട്ടിലൊക്കെ 3 തരത്തിലുള്ള തേനീച്ചകളുണ്ടാവും. ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളും റാണി തേനീച്ചയൊക്കെ ഉണ്ടാവും. ആൺ തേനീച്ചകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ലേസി ബീസാണ്, മടിയനീച്ചകളോ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല. പെൺതേനീച്ചകളാണ് ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റാണി ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളാണ്. കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം കൂടുതൽ റാണിക്കാണ്, ഏറ്റവും സൗന്ദര്യം കൂടുതൽ റാണിക്കാം, ആയുസ്സും കൂടുതൽ റാണിക്കാം.
ബാക്കി തേനീച്ചകളൊക്കെ ഒരു 3 മുതൽ 4 മാസം വരെയൊക്കെ ജീവിക്കുള്ളൂ. പക്ഷെ ഈ റാണിയാവുന്ന ആൾ 5 വർഷം വരെ ജീവിക്കും. അടുത്ത ജനറേഷന് രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉള്ളൂ. റാണി തേനീച്ച ഒരു ദിവസം 500 മുതൽ 1500 മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ ആരും റാണിയായിട്ട് ജനിക്കില്ല, ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക. സാധാരണ തേനീച്ചകളൊക്കെ ബീഫ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കഴിക്കുമ്പോൾ ഈ റാണിയാവുന്ന ആള് റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡാണ് കഴിക്കുക. ഈ റോയൽ ജെല്ലി എവിടുന്നാന്ന് വെച്ചാലേ ഓരോ പെൺതേനീച്ചകളും ജനിച്ചിട്ട് 20-21 ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതുവരെ ത്രോട്ടിലൂടെ റാണി തേനീച്ചയുടെ ഷെല്ലുകളിൽ കളക്ട് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് ആണ്. ബീവാക്സ് തേനീച്ചകളെ അവരുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീംസ്, ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ബീവാക്സ് എന്നതിന്റെ പേര്. കാല് പൊട്ടുന്നതിന്, ചുണ്ട് പൊട്ടുന്നതിന്, ഡ്രൈ സ്കിന്നിന്, അണ്ടർ ആംസിലെ ബ്ലാക്ക് ഷെയ്ഡ്, അണ്ടറിലെ ബ്ലാക്ക് ഷെയ്ഡ്, ആഫ്റ്റർ ഷേവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തേന് കട്ട പിടിക്കുന്നതാണ്. തേനിന്റെ ഒരു സ്വാഭാവിക നേച്ചറാണ് കട്ട പിടിക്കുക എന്നുള്ളത്. 3 കാരണങ്ങൾ കൊണ്ടാണ് തേന് കട്ട പിടിക്കുന്നത്. ഒന്ന് അതിന്റെ പൂമ്പൊടിയുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിൽ വരുന്ന വേരിയേഷനാണ്. മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചറാണ്. നല്ല തണുപ്പിലൊക്കെ വെച്ചാലും തേന് ഇതുപോലെ കട്ട പിടിക്കും. ഈ കട്ട പിടിച്ച തേന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോർമൽ ആക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നല്ല വെയിലത്ത് വെക്കണം, ഇല്ലാന്നാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം. അപ്പൊ അത് നോർമൽ ഫോമിലേക്ക് വന്നോളും. ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാൻ പാടില്ല, നല്ല ചൂടിലേക്കൊന്നും ആണെങ്കിൽ ആഡ് ചെയ്യാനും പാടില്ല. ഇതൊക്കെ തേന്റെ കളർ വ്യത്യാസങ്ങളാണ്. തേൻ ഇങ്ങനെ വ്യത്യസ്ത കളറുകൾ ഉണ്ടാവാൻ കുറച്ച് കാരണങ്ങളുണ്ട്. തേനീച്ചകളുടെ സ്പീഷീസിലെ വ്യത്യാസം, ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തന്നെ ഏജിങ്. തേനിങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അതിന്റെ ഗുണവും കൂടിക്കൊണ്ടിരിക്കും. തേൻ പഴകുന്നതനുസരിച്ച് അതിന്റെ ഗുണം കൂടി വരികയാണ് ചെയ്യുക. ഇതൊക്കെ ചെറുതേന. ചെറിയ ഉറുമ്പിനാണുള്ള തേനീച്ചകളെ കണ്ടിട്ടുണ്ടാവല്ലോ, ചുമന്റെ മുകളിൽ, സ്വിച്ച് ബോർഡിൽ, എസിയില്, തറയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള തേനീച്ചകൾക്ക് ഈ വലിയ വലിയ പൂക്കളിലൊക്കെ പോയിട്ട് തേനെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. കൂടാതെ തേനെടുക്കാനുള്ള സ്റ്റിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പൂക്കൾ, തുമ്പ, തുളസി പോലത്തെ ചെറിയ ചെറിയ പൂക്കൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഏറ്റവും ഉള്ളറകളിൽ നിന്നാണ് ഈ തേന് കളക്ട് ചെയ്തുകൊണ്ടുവരുന്നത്. ഹൈലി മെഡിസിൻ ആണ്, പക്ക മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തേനായി ചെറുതേൻ എന്ന് പറയുന്നത്. ക്യാൻസർ രോഗത്തിനൊക്കെ ഉപയോഗിക്കാം. കണ്ണിലെ കുട്ടിക്കാൻ പറ്റുന്ന ഒരു തേനുണ്ടെങ്കിൽ അത് ചെറുതേൻ മാത്രമേ ഉള്ളൂ. പൊള്ളിയാല്, മുറിഞ്ഞാലൊക്കെ നമുക്ക് ചെറുതേനാ നല്ലത്. പിന്നെ ഈ ആസ്മ, അലർജി അതുപോലത്തെ അസുഖങ്ങൾക്ക്, വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ഈ ചെറുതേൻ ബെസ്റ്റാണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കണ്ടുപിടിച്ചയാളാണ്. തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഏറെ കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രിയക്കാരനാണ്. കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് നമ്മളെ കുത്താൻ പറ്റില്ല. തേനീച്ചകൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവനും കൂടി ഇല്ലാതെയോ. കാരണം അവരെ നേർവിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കുത്തുന്നത്. കുത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും, പക്ഷെ അത് അവർക്ക് കിട്ടില്ല. അവരെ നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട്, സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടി ഇല്ലാതെയാവുക ചെയ്യാം. തേനീച്ചകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് തേനാ, പുറത്തുനിന്ന് പരിചയപ്പെടാം. പിന്നെ ഹണിക്കോമ്പാണ് കൂടോട് കൂടി കിട്ടുന്ന. ജസ്റ്റ് ചുയിങ്കം പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ബീ പോളൻ, പൂമ്പൊടിയാണ്. നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഉത്തേജകത്തിനൊക്കെ വേണ്ടി ബീ പോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റോയൽ ജെല്ലി. തേനീച്ചക്കൂട്ടിലെ ഏറ്റവും കോസ്റ്റ്ലി ആയുള്ള ഒരു ഐറ്റമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഒരു സപ്ലിമെന്ററി ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ് ആയിരിക്കുന്നതിന്, ആൻറ്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ, ഹോർമോൺ ചേഞ്ചിന്, നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന്, നമ്മളെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ, ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനും റോയൽ ജെല്ലിക്ക് സാധിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ക്യാൻസർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ റോയൽ ജെല്ലിക്ക് ഉണ്ട്. കോസ്റ്റ്ലി ആണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ്. ബിവാക്സ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. പ്രപ്പോളിഷ് ബി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ പൊടിയും കറിയൊക്കെ അവരവരുടെ സലൈവിയായിട്ട് മിക്സ് ചെയ്ത് അവർ ഗം ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന. നമ്മളത് ആന്റി ബാക്ടീരിയലായും ആന്റി ഫംഗലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് സൈഡിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് സിദർഹണിയാണ്. കാശ്മീരിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ആപ്പിൾ സ്പീഷീസിലൊക്കെ പെട്ട ഈ ജോജോബ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന. നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷൻ, സ്റ്റൊമക് കൾസർ, ലിവർ സിറോസിസ്, അതിനൊക്കെ ബെസ്റ്റാണ്. മെഡിസിൻ്റെ ആവശ്യങ്ങൾക്കും ഇതാണ് ഉപയോഗിക്കാം. തടി കൂടാനാണെങ്കിൽ പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. കളക്ട് ചെയ്യുന്നതാണ്. ഇത്
ഇത് ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ ബ്ലഡിൻ്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് കൂട്ടി ആർഗനിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. സ്കിൻ അലർജീസിന് അത് ഉപയോഗിക്കുന്നത്. ചൊറിച്ചിൽ പോലത്തേക്ക് സ്കിൻ അലർജീസിനൊക്കെ ഇത് ഉപയോഗിക്കും. മസ്റ്റാർഡ് ഹണി, കടുക്. നമ്മൾ വയനാട് ഫോറസ്റ്റ് ഹണി, നോർമൽ നാടൻ തേന, നോർമൽ യൂസിനൊക്കെ ഇതാണ് ഉപയോഗിക്കുക. നമ്മളെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, ഉന്മേഷക്കുറവിന്, ഇനി ഉറക്കം കുറവുള്ള ആൾക്കാർക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഈ വയനാട് ഫോറസ്റ്റ് ഹണിയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.